എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം. ഇന്ന് 2026 ഫെബ്രുവരി മാസം 19-ാം തീയതി 1201 ആണ്ട് കുംഭമാസം 7-ാം തീയതിയാണ്. ഇന്നത്തെ ദിവസം എല്ലാവർക്കും വളരെ നല്ല ഒരു ദിവസം ആശംസിച്ചുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ഓരോ രാശിക്കാരുടെയും ഫലം പറഞ്ഞു തുടങ്ങുന്നു. അപ്പോൾ മേടൻ രാശിക്കാർക്ക് ഇന്ന് പൊതുവെ നല്ല ഒരു സമയമാണ്, നല്ല ഒരു ദിവസമായിരിക്കും. എല്ലാ ഭാഗ്യങ്ങളും വന്നു ചേരും. ഉന്നത സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരിൽ നിന്നും നിങ്ങൾക്ക് പ്രശംസയൊക്കെ കിട്ടുന്ന ദിവസമാണ്. നല്ല കാര്യങ്ങൾ ചെയ്യുന്നതൊക്കെ നിങ്ങൾ അംഗീകരിക്കപ്പെടുന്ന ഒരു ദിവസമാണ്. ബാക്കിയുള്ളവരൊക്കെ നിങ്ങൾ ചെയ്യുന്ന ജോലിക്ക് ഒരു അംഗീകാരം തരുന്നൊരു ദിവസമാണ്. പൊതുവെ എല്ലാം കൊണ്ടും ആരോഗ്യപരമായിട്ടാണെങ്കിലും എല്ലാം കൊണ്ടും ഒരു നല്ല ദിവസമാണിന്ന്. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ ശുഭഫലങ്ങൾക്കായി നിങ്ങൾ രാവിലെ അമ്പലത്തിൽ പോയിട്ട് വേണം ജോലിക്കൊക്കെ പോകാൻ. അപ്പം 7 ശനി തുടങ്ങുന്ന സമയമാണെന്ന് അറിയാമല്ലോ. അപ്പോൾ നിങ്ങൾ രാവിലെ അമ്പലത്തിലൊക്കെ പോയി, ശാസ്താവിൻ്റെ അമ്പലത്തിൽ പോയാലും ശിവൻ്റെ അമ്പലത്തിൽ പോയാലും ഏതമ്പലത്തിൽ പോയാലും മതി, ഏതെങ്കിലും ഒരു അമ്പലത്തിൽ പോകണം. പിന്നെ എല്ലാ ദിവസവും നമശിവായ ജപിക്കണം. സന്ധ്യാനാമം ഒന്നും മുടക്കരുത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 7 ശനി തുടങ്ങുന്ന സമയമാണ്. വളരെയേറെ ശ്രദ്ധിക്കുക. നല്ലതായിട്ട് സൂക്ഷിച്ച് പോയി കഴിഞ്ഞാൽ 7 ശനിയൊക്കെ നമുക്ക് ഈസി ആയിട്ട് കടന്നു പോകാൻ പറ്റും. 7 ശനി എന്ന് പറഞ്ഞാൽ അത്ര വലിയ ദോഷമൊന്നുമല്ല. പിന്നെ നമ്മളെപ്പോഴും ശ്രദ്ധയോടുകൂടി ജീവിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. എല്ലാ ഭാഗ്യങ്ങളും വന്നു ചേരും, പേരും പ്രശസ്തിയൊക്കെ വന്നു ചേരും. പിന്നെ ഈ പട്ടി കടിക്കാതെയും വിഷജന്തുക്കളിൽ നിന്നുള്ള കടികളൊന്നും, കടന്തലായാലും എന്തുമായാലും ഇങ്ങനെയുള്ള ജന്തുക്കളൊക്കെ കടിക്കാതൊക്കെ നോക്കേണ്ട ഒരു സമയമാണ്. അതുപോലെ ബന്ധുക്കളൊക്കെ ശത്രുക്കളായി തീരുന്ന സമയമാണ്. അപ്പോൾ എല്ലാവരെയും ഒന്ന് ചേർത്ത് നിർത്താനായിട്ട് ശ്രദ്ധിക്കുക. നമ്മുടെ വാക്കുകൾ കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ പെരുമാറ്റം കൊണ്ടോ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാകാതെയും അവരെന്തെങ്കിലും നമ്മളോട് മോശമായിട്ട് പെരുമാറിയാലും നമ്മളതൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ബന്ധങ്ങളൊക്കെ നല്ല രീതിയിൽ ഇപ്പോൾ നിലനിർത്തിക്കൊണ്ട് പോകാൻ സാധിക്കും. ഇല്ലെന്നുണ്ടെങ്കിൽ ബന്ധങ്ങളുടെ കാര്യമൊക്കെ ബുദ്ധിമുട്ടായിട്ട് തീരും. അത് കുടുംബത്തിൽ നമ്മുടെ പങ്കാളിയായിട്ടാണെങ്കിലും ശരി തന്നെ, മാതാപിതാക്കളുമായിട്ടായാലും ശരി തന്നെ, മക്കളുമായിട്ടായാലും ശരി തന്നെ. അപ്പോൾ നിങ്ങൾ കുറച്ച് സംസാരിക്കുന്നതായിരിക്കും ഏറ്റവും അനുയോജ്യം. അപ്പം അശ്വതി, ഭരണി, കാർത്തികക്കാലുമാണ് മേടക്കൂറുകാരുടെ ഫലമാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഇനി നമുക്ക് ഇടവക്കൂറിലേക്ക് പോകാം. ഇടവക്കൂറ് എന്ന് പറയുമ്പോൾ കാർത്തിക മുക്കാലും രോഹിണിയും മകയിരത്തിൻ്റെ പകുതി ഭാഗവും ചേർന്നതാണ് ഇടവൻ രാശി. ഈ ഇടവൻ രാശിക്കാർക്കിപ്പോൾ പൊതുവേ നല്ല സമയമാണ്. പക്ഷേ നിങ്ങളൊരു കാര്യമെന്ന് പറഞ്ഞാൽ, നിങ്ങൾ കരുനാക്കുണ്ട് എന്ന് പറയുന്നൊരു വാക്ക് ബാക്കിയുള്ളവരെ കൊണ്ട് പറയിപ്പിക്കാതിരിക്കുക ഇന്നത്തെ ദിവസം ശ്രദ്ധിക്കണം. കാരണം നിങ്ങൾ ഇന്നത്തെ ദിവസം എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ ഫലിക്കും. അത് അങ്ങനെയുള്ളൊരു ഗ്രഹനിലയുള്ളൊരു ദിവസമാണ്. അപ്പം ബാക്കിയുള്ളവർ നിങ്ങളെ കരുനാക്ക് എന്ന് പറയാതിരിക്കാനൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. നാവേറ് ദോഷമൊക്കെ ഉണ്ടാകുന്ന സമയം, അതുകൊണ്ട് വിഷമം വന്നാലും ആരെയും പ്രാവാതിരിക്കാനൊക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. വാക്ക് ദോഷം ഉണ്ടാക്കാതെ സൂക്ഷിക്കുക. അതുപോലെ അധ്യാപകരെയൊക്കെ കാണാനും അവർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ സമ്മാനങ്ങളൊക്കെ വാങ്ങിച്ച് കൊടുക്കാനൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ട സമയമാണ്. കാരണം ഗുരുവിൻ്റെ അനുഗ്രഹം ഉണ്ടാവേണ്ട ഒരു സമയം. അതായത് ഗുരുരനുഗ്രഹം ചെയ്വ പുമാൻ പൂർണ്ണപ്രകാശേതെന്നാണ് പറയുന്നത്. അതായത് ഗുരുവിൻ്റെ അനുഗ്രഹം ഉണ്ടായാൽ മാത്രമേ ഒരു വ്യക്തിക്ക് ജീവിതത്തിൽ എല്ലാ ഭാഗ്യങ്ങളും നേടിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ വാക്ക് നന്നായിരിക്കണമെങ്കിൽ നമ്മുടെ പഴയ ഗുരുക്കന്മാരെയൊക്കെ കണ്ട് അവരുടെ അനുഗ്രഹങ്ങളും ആശസ്സുകളൊക്കെ വാങ്ങിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ജീവിതത്തിൽ നമുക്ക് പിന്നെ ഒന്നും പേടിക്കേണ്ടി വരത്തില്ല. നമ്മുടെ മാതാപിതാക്കളുടെയും ഗുരുക്കന്മാരുടെയും അനുഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ ജീവിതത്തിൽ ഒരിക്കലും പരാജയപ്പെട്ടു പോകത്തില്ല. ഇപ്പോൾ ഗുരുക്കന്മാർക്കൊക്കെ സമ്മാനങ്ങളൊക്കെ കൊടുക്കേണ്ട സമയമാണ്. ഒഴിഞ്ഞ കൈയോട് കൂടിയിട്ട് എവിടെയൊക്കെ പോകാൻ പാടില്ല. റിക്തപാണിന പശ്യേതം രാജാനം ദൈവതം ഗുരും. ഒഴിഞ്ഞ കൈയോടുകൂടി ദൈവത്തിനെയും രാജാവിനെയും ഗുരുവിനെയും കാണാൻ പോകാൻ പാടില്ലെന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് നല്ല ആൾക്കാർക്കൊക്കെ സജ്ജനങ്ങളുമായിട്ടുള്ള സംസർഗമൊക്കെ കൂടുതലാക്കണം. അതുപോലെ ഇങ്ങനെയുള്ള ആൾക്കാരെ ബഹുമാനിക്കേണ്ട ആൾക്കാരെയൊക്കെ കണ്ട് അവർക്ക് എന്തെങ്കിലുമൊക്കെ സമ്മാനങ്ങളൊക്കെ കൊണ്ടുവന്ന് കൊടുത്ത് റെസ്പെക്റ്റ് ചെയ്തിട്ട് കാലിലൊക്കെ തൊട്ട് തൊഴുതിട്ട് തിരിച്ചു വരിക. അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു സമയമാണിപ്പോൾ നിലവിലുള്ളത്. എല്ലാ ഭാഗ്യങ്ങളും വന്നു ചേരും, പലതരത്തിലുള്ള ഭാഗ്യങ്ങൾ വന്നു ചേരും, സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഇടവൻ രാശിക്കാർക്ക് ഏറ്റവും നല്ല ഒരു അനുയോജ്യമായിട്ടുള്ള സമയമാണ് ഇപ്പം നിലവിലുള്ളത്. ഇനി നമുക്ക് മിഥുനൻ രാശിയിലേക്ക് പോകാം. മിഥുനൻ രാശിക്കാർക്ക് ഇന്ന് ഏറ്റവും നല്ല ദിവസമാണ്. സന്തോഷവും സമാധാനവും ഒക്കെ ലഭിക്കുന്ന ഒരു ദിവസമാണ്. ഭാര്യ ഭർത്താക്കന്മാർ ഒരുമിച്ച് യാത്ര ചെയ്യുന്നതിനും ഒക്കെയുള്ള ഒരു സമയമാണ്. നിങ്ങൾക്ക് ടൂറ് പോകാനൊക്കെ ആഗ്രഹിക്കുന്നവർക്കൊക്കെ അതിനൊക്കെ അനുയോജ്യമായിട്ടൊരു ദിവസമാണ്. അതുപോലെ തന്നെ ഏറ്റവും ശ്രദ്ധിക്കേണ്ട വിഷയമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ കയ്യിലുള്ള വിലപിടിപ്പുള്ള സാധനങ്ങളൊക്കെ യാത്രയിൽ നഷ്ടപ്പെട്ടു പോകാതെ സൂക്ഷിക്കേണ്ട ഒരു അവസരവും കൂടെയാണ് ഇപ്പം നിലവിലുള്ളത്. അതൊന്ന് ശ്രദ്ധിക്കണം. ഇത് കർമ്മസംബന്ധമായിട്ടുള്ള യാത്രയാണെങ്കിലും അല്ലാത്ത യാത്രയാണെങ്കിലും നിങ്ങൾ വിലപിടിപ്പുള്ളതൊക്കെ വീട്ടിൽ വെച്ചിട്ട് അല്ലെങ്കിൽ നിങ്ങൾ ലോക്കറിലൊക്കെ വെച്ചിട്ട് പോകുന്നതായിരിക്കും നല്ലത്. കാരണം
കള്ളന്മാരുടെ ശല്യമൊക്കെ ഉണ്ടാകാനുള്ള ഒരു യോഗമുള്ള ഒരു സമയം കൂടെയാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഇനി നമുക്ക് കർക്കിടകം രാശിക്കാരുടെ ഫലം എങ്ങനെയുണ്ടെന്ന് നോക്കാം. പുണർദത്തിൻ്റെ അവസാനത്തെ കാൽഭാഗവും പൂയവും ആയില്യവും ചേർന്നതാണ് കർക്കിടകം രാശി. കർക്കിടകം രാശിക്കാർക്ക് ഇപ്പോൾ വളരെ അനുയോജ്യമായിട്ടുള്ള സമയം തന്നെയാണ്. എല്ലാ ഭാഗ്യങ്ങളും കൈവരുന്ന സമയമാണ്. ഭാഗ്യദോഷങ്ങൾ ഉണ്ടാകാതെയും കൂടെ ഒന്ന് ശ്രദ്ധിച്ചോളണം. ഭാഗ്യം ഉണ്ടാകുന്ന സമയത്ത് ഭാഗ്യങ്ങളൊക്കെ സമ്പാദ്യമാക്കി തീർക്കാനുള്ള ഒരു ശീലവും കൂടെ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 15 ദിവസം നിങ്ങളുടെ കയ്യിൽ ധനം ഇഷ്ടം പോലെ കാണും, അടുത്ത 15 ദിവസം നിങ്ങളുടെ കയ്യിൽ ഒന്നും കാണത്തില്ല. അപ്പോൾ അത് നമ്മുടെ ഒരു അശ്രദ്ധ കൊണ്ടാണ് അങ്ങനെയൊക്കെ ഉണ്ടാകുന്നത്. കിട്ടുന്ന സോഴ്സൊക്കെ ഒന്ന് സൂക്ഷിച്ച് വെക്കാനും കൂടെ ഒന്ന് ശ്രദ്ധിക്കേണ്ട സമയമാണ്. അതുപോലെ തന്നെ ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധ ചെലുത്തേണ്ട സമയമാണ്. രക്തസംബന്ധമായിട്ടും അതുപോലെ വാദസംബന്ധമായിട്ടുമുള്ള ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകേണ്ട സമയമാണ്. നിങ്ങളതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. ആരോഗ്യം ഒന്ന് ശ്രദ്ധിക്കുന്നത് വളരെ നന്നായിരിക്കും ഈ അവസരത്തിൽ. ഇനി നമുക്ക് ചിങ്ങൻ രാശിയിലേക്ക് പോകാം. ചിങ്ങൻ രാശിക്കാർക്ക് അമ്മ എന്ന് പറഞ്ഞാൽ ഒരുപാട് ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണ്. എല്ലാവർക്കും അമ്മ എന്ന് പറഞ്ഞാൽ ഇഷ്ടമുള്ള വ്യക്തിയാണ്. പക്ഷേ ചിങ്ങൻ രാശിക്കാർക്ക് മാതാവിനോട് ഭയങ്കര അഡിക്ഷനാണ്. അഡിക്ഷൻ എന്ന് പറഞ്ഞാൽ അമിതമായ അഡിക്ഷനാണ്. അവർ ഈ ചിങ്ങൻ രാശിക്കാരെന്ന് പറഞ്ഞാൽ പൊതുവെ അമ്മയെ മാത്രമേ റെസ്പെക്റ്റ് ചെയ്യുള്ളൂ, അമ്മയോട് മാത്രമേ സ്നേഹമുള്ളൂ, അങ്ങനെയുള്ളൊരു ആൾക്കാരാണ് പൊതുവെ. എല്ലാവരും അങ്ങനെയല്ല, എങ്കിലും കൂടുതൽ പേരും. അപ്പോൾ അതുകൊണ്ട് അമ്മയെടുത്ത് കൂടുതൽ റെസ്പെക്റ്റ് ഉണ്ടെങ്കിലും കുറച്ചുകൂടെ ഒന്ന് എന്താ പറയുന്നത്, നിങ്ങൾ പെരുമാറ്റം കുറച്ചുകൂടെ ഒന്ന് ഇതാക്കി എടുക്കണം. ബാക്കിയുള്ളവരോടുള്ള പെരുമാറ്റം ഒന്ന് സോഫ്റ്റാക്കി എടുക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. ബാക്കിയുള്ളവരെയും ഒന്ന് പരിഗണിക്കണം. പിന്നെ അതുപോലെ നിങ്ങൾക്ക് എല്ലാ ഭാഗ്യങ്ങളും ഉണ്ടാകുന്ന ഒരു സമയമാണ്. യാത്രയൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോളണം. ആരോഗ്യരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും അതുപോലെ രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കൊക്കെ നല്ല സമയമാണ്. പിന്നെ നിങ്ങൾ ഉദരരോഗങ്ങൾ, ഉഷ്ണരോഗങ്ങളൊക്കെ വരാതെ ശ്രദ്ധിക്കണം. ധാരാളം വെള്ളം കുടിക്കേണ്ട ഒരു സമയമാണ്. ഉഷ്ണരോഗങ്ങളും ഉദരരോഗങ്ങളും ഉണ്ടാകാനുള്ള സാധ്യതയുള്ള സമയമാണ്. അതൊന്ന് നന്നായിട്ട് ശ്രദ്ധിക്കണം. പിന്നെ അതുപോലെ തന്നെ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായാലും പെട്ടെന്ന് തന്നെ ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ട ആവശ്യമുള്ള സമയവും കൂടെയാണ് ഇപ്പോൾ നിലവിലുള്ളത്. രക്തമൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് ഒന്ന് സെറ്റാക്കി വെക്കുന്ന ഹീമോഗ്ലോബിൻ്റെയൊക്കെ അളവൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് വെക്കുന്നതും നന്നായിരിക്കും ചിങ്ങൻ രാശിക്കാർക്ക്. ഇനി നമുക്ക് കന്നിരാശിയുടെ ഫലങ്ങളിലേക്ക് പോകാം. കന്നിരാശി എന്ന് പറയുമ്പോൾ ഉത്രത്തിൽ മുക്കാലും അത്തവും ചിത്തിര അരയും ചേർന്ന ഇതാണ് കന്നിരാശി. കന്നിരാശിക്കാർക്ക് ഇപ്പോൾ ഏറ്റവും നല്ല സമയമാണ്. ജോലി ചെയ്യുന്നവർക്കായാലും, അതായത് സർക്കാർ ജോലി ചെയ്യുന്നവർക്കാണെങ്കിലും ജോലിയിലൊക്കെ സ്ഥാനക്കയറ്റമൊക്കെ കിട്ടേണ്ട ഒരു സമയമാണ്. അതുപോലെ നിങ്ങൾക്ക് വീട് വാഹനമൊക്കെ സ്വന്തമാക്കാൻ പറ്റുന്ന സമയമാണ്. കണ്ടകശനിയാണ്, പക്ഷേ നിങ്ങളിതൊക്കെ സ്വന്തമാക്കാൻ പറ്റിയ ഒരു സമയവും കൂടെയാണ് ഇപ്പോൾ നിലവിലുള്ളത്. ആരോഗ്യ പ്രശ്നങ്ങൾ, ഉദാഹരണത്തിന് വാദം സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ദേഹം വേദനയൊക്കെ വരും. അങ്ങനെയാണ് ഈ കണ്ടകശനി എന്ന് പറയുമ്പോൾ അങ്ങനെയൊക്കെയാണ്, ദേഹം വേദനയൊക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ഫിസീഷ്യനെയൊക്കെ കണ്ട് നല്ല രീതിയിൽ ആരോഗ്യമൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. അതുപോലെ പഠിക്കുന്ന കുട്ടികൾക്ക് ഓർമ്മക്കുറവുണ്ടായ ബുദ്ധിമുട്ടാണ്. സാധാരണക്കാർക്ക് ഓർമ്മക്കുറവുണ്ടായാലേ ബുദ്ധിമുട്ടാണ്. പഠിക്കുന്ന കുട്ടികൾക്ക് ഓർമ്മക്കുറവൊക്കെ ഉണ്ടാവാതിരിക്കാനായിട്ട് ഈ കന്നിരാശി ജനിച്ച കുട്ടികൾക്ക് പ്രത്യേകം ശ്രദ്ധ വേണം. ക്ഷേത്രത്തിൽ പോയിട്ട് സരസ്വത അരിഷ്ടമൊക്കെ പൂജ കഴിച്ച് കൊടുക്കുന്നതൊക്കെ നന്നായിരിക്കും. അതുപോലെ സരസ്വതീ മന്ത്രം കൊണ്ട് പുഷ്പാഞ്ജലി, അല്ലെങ്കിൽ വിദ്യാരാജഗോപാല മന്ത്രം കൊണ്ട് പുഷ്പാഞ്ജലി, അല്ലെങ്കിൽ വിദ്യാരാജഗോപാല മന്ത്രം ധരിക്കുക. ഇതൊക്കെ ഏറ്റവും നല്ലതാണ്. ഇപ്പോൾ വിദ്യാർത്ഥികൾക്ക് കുറച്ച് കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ട സമയമാണ്. അതുപോലെ മുതിർന്നവർക്കായാലും മറവി കാരണം എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. അത് ഉദാഹരണത്തിന് നമ്മൾ സ്ത്രീകളാണെങ്കിൽ അടുക്കളയിൽ ഗ്യാസൊക്കെ അണയ്ക്കാനൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. അതുപോലെ വീട് വാഹനമൊക്കെ വാങ്ങുമ്പം ശ്രദ്ധിച്ച് വേണം വാങ്ങിക്കാനായിട്ട്. പഴയ വാഹനം വാങ്ങിക്കുന്നതാണെങ്കിൽ പഴയതെന്നുള്ള ഓപ്ഷനിലേക്ക് നിങ്ങൾ പോവും, പുതിയതിന് പോയാലോ. അത് അങ്ങനത്തുള്ള സമയമാണ്. ശനിയുടെ ഒരു സമയത്ത് അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകൾ. നമ്മൾ പുതിയത് വാങ്ങിക്കണമെന്ന് ആഗ്രഹിച്ചാലും പിന്നെ നമ്മൾ എന്ത് വിചാരിക്കും, വേണ്ട ഇപ്പോൾ തൽക്കാലം പഴയത് മതി, സാമ്പത്തിക ഞെരുക്കം കൊണ്ട് പഴയത് മതിയെന്ന് ചിന്തിക്കും. പക്ഷേ പഴയത് വാങ്ങിക്കുമ്പോഴുള്ളത് അത് ആരുപയോഗിച്ച വണ്ടിയാണ്, നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത വണ്ടിയാണോ എന്നൊക്കെ നോക്കാതെ വാങ്ങിച്ച് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളെപ്പോഴും വർക്ക്ഷോപ്പിൽ കയറി ഇറങ്ങി നിങ്ങളുടെ പൈസയൊക്കെ നഷ്ടപ്പെട്ടു പോകും. കാരണം ഇപ്പം ധനനഷ്ടവും കൂടെ വരാനുള്ള സമയമാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഭൂമിയായാലും വീടായാലും ഒക്കെ വാങ്ങിക്കുമ്പോൾ നല്ല ഒരു വാസ്തു വിദഗ്ധനെ കണ്ട് അവരുടെ ഒപ്പീനിയനും കൂടെ നോക്കിയിട്ട് വാങ്ങിക്കുന്നതായിരിക്കും നല്ലത്. അതുപോലെ ക്ഷേത്രത്തിൻ്റെ സമീപത്ത് വാങ്ങിക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് നല്ല അനുയോജ്യമായിട്ടുള്ള ഭൂമിയാണോ എന്ന് നോക്കിയിട്ട് സ്വീകരിക്കുക.
പിന്നീടുള്ള ബുദ്ധിമുട്ടുകളിലേക്ക് പോകാതിരിക്കാൻ അതായിരിക്കും ഏറ്റവും അനുയോജ്യം. ഇനി നമുക്ക് തുലാം രാശിയിലേക്ക് പോകാം. തുലാം രാശി എന്ന് പറയുമ്പോൾ ചിത്തിരയുടെ രണ്ടാമത്തെ പകുതിയും ചോതിയും വിശാഖത്തിൻ്റെ മുക്കാൽ ഭാഗവും ചേർന്നതാണ് തുലാം രാശി. തുലാം രാശിക്കാർക്ക് ബിസിനസ്സിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്കൊക്കെ നല്ല സമയമാണെങ്കിലും കൂട്ട് ബിസിനസ്സൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് ശ്രദ്ധിക്കണം. നിങ്ങളുടെ ബിസിനസ്സിൻ്റെ കാര്യങ്ങളൊക്കെ വളരെയേറെ ശ്രദ്ധിക്കേണ്ട സമയമാണ്. അല്ലാത്തവർക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. അല്പം സാമ്പത്തിക ഞെരുക്കവും അല്ലെങ്കിൽ ബിസിനസ്സിനൊക്കെ ഒരു കുറവൊക്കെ ഉണ്ടായാലും നിങ്ങൾക്കത് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റും. പക്ഷേ പങ്ക് ബിസിനസ്സൊക്കെ നടത്തുന്നവർക്ക് അതൊക്കെ പൊളിഞ്ഞു പോകാതൊക്കെ സൂക്ഷിക്കേണ്ട ഒരു സമയമാണ്. അതുപോലെ നിങ്ങളുടെ ബിസിനസ് സ്ഥാപനങ്ങളിലൊക്കെ നല്ല രീതിയിലുള്ള എല്ലാ ദിവസവും വിളക്ക് കത്തിക്കുകയും നിങ്ങളുടെ ദൈവങ്ങളുടെ ഫോട്ടോയൊക്കെ വയ്ക്കുകയൊക്കെ ചെയ്യുന്നത് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള സ്ഥലമായിരിക്കും. അതുപോലെ കന്യരാശിയിൽ നിങ്ങളുടെ ഈ മേശയൊക്കെ ഇട്ട് അവിടെ ആയിരിക്കണം ധനമൊക്കെ സൂക്ഷിക്കേണ്ടത് ഓഫീസാണെങ്കിൽ. അപ്പോൾ നിങ്ങൾക്ക് ഓരോ ദിവസത്തിനും അഭിവൃദ്ധി ഉണ്ടാവുകയും എല്ലാ ഭാഗ്യങ്ങളും ഉണ്ടാവുകയൊക്കെ ചെയ്യും. കന്യരാശിക്ക് വളരെ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ഇതാണ്. ബിസിനസ് സ്ഥാപനങ്ങളൊക്കെ നല്ലതായിട്ട് ശ്രദ്ധിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് വരുന്ന പൈസയൊക്കെ സൂക്ഷിക്കാനും ഒക്കെ പറ്റുള്ളൂ. അപ്പോൾ കന്നിമൂലം ഒന്ന് ശ്രദ്ധിച്ചോളുക. അതുപോലെ അല്ലാത്ത രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു സംഗീതം, നൃത്തം, കല ഇങ്ങനെയുള്ള മേഖലകളിലൊക്കെ പ്രവർത്തിക്കുന്നവർക്കും അഭിവൃദ്ധിയും അതുപോലെ പേരും പ്രശസ്തിയൊക്കെ ഉണ്ടാകുന്ന സമയമാണ്. തുലാം രാശിക്കാർക്ക് പൊതുവേ നല്ല സമയം തന്നെയാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഇനി നമുക്ക് വൃശ്ചികം രാശിയുടെ ഫലം നോക്കാം. വിശാഖത്തിൽ കാലും അനിഴവും തൃക്കേട്ടയും ചേർന്നതാണ് വൃശ്ചികം രാശി. രാശിക്കാർക്ക് പൊതുവെ അനുയോജ്യമായിട്ടുള്ള സമയമാണ്. എങ്കിലും നിങ്ങൾക്ക് കുടുംബത്തിൽ കലഹമൊക്കെ ഉണ്ടാവും, അതൊന്നും ശ്രദ്ധിക്കണം. കുടുംബത്തിൽ എന്തെങ്കിലുമൊക്കെ കൂട്ടുകുടുംബക്കാരൊക്കെ ആകുമ്പോൾ എന്തെങ്കിലുമൊക്കെ കുടുംബത്തിൽ പ്രശ്നമൊക്കെ ഉണ്ടാക്കിയിട്ട് പുറത്ത് പോകാനുള്ള ഒരു ടെൻഡൻസിയൊക്കെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് കുടുംബത്തിലൊക്കെ കലഹം ഉണ്ടാവാതെ ശ്രദ്ധിക്കേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ള സമയമാണ്. അതുപോലെ തന്നെ വീട് വാഹനമൊക്കെ കിട്ടുന്ന ഒരു സമയമാണ്. സഹോദരങ്ങളുമായിട്ട് നല്ല ബന്ധം സൂക്ഷിക്കേണ്ട സമയമാണ്. കുടുംബത്തിൽ നിന്നൊക്കെ സമ്പത്ത് ലഭിക്കാനുള്ള ഒരു സമയവും കൂടെയാണ്. അപ്പോൾ അതിൻ്റെ പേരിൽ തർക്കങ്ങളും കേസും വഴക്കുമൊക്കെ ഉണ്ടാക്കാതെ എല്ലാവരും സമാധാനപരമായിട്ട് തന്നെ ആലോചിച്ചൊക്കെ അത് പങ്കിട്ടെടുക്കുന്നതായിരിക്കും നല്ലത്. എല്ലാത്തിനും ഒരു വിവാദം ഉണ്ടാക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഈ സമയത്തൊക്കെ കേസ് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് കാലം കേസ് നീണ്ടുപോകും, ആ പൈസയൊന്നും കിട്ടാതാവും. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നിങ്ങളായിട്ട് ഉണ്ടാക്കി വെക്കുക. സ്വയം കൃത അനർത്ഥ രാശിയാണല്ലോ. അതായത് അവർ അവർക്ക് ബുദ്ധിമുട്ടായിട്ട് വരുന്ന ഒരു രാശിയാണ് വൃശ്ചിക രാശി. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാതിരിക്കാനും കുടുംബത്തിൽ മനസമാധാനം ഉണ്ടാകാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം മനസമാധാനം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്തൊക്കെ ഉണ്ടെങ്കിലും അതൊന്ന് സന്തോഷമായിട്ടിരിക്കാനുള്ളൊരു ഭാഗ്യം കിട്ടുള്ളൂ. നമുക്ക് സന്തോഷമായിട്ടിരിക്കുക എന്നുള്ളതാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. കലഹപ്രിയരായിട്ടുള്ളവരാണെങ്കിൽ ആ കലഹപ്രിയത്വമൊക്കെ ഒന്ന് ഒഴിവാക്കി ഒരല്പം സംസാരമൊക്കെ കുറച്ച് പോകുന്നത് നന്നായിരിക്കും. ഇനി നമുക്ക് ധനുരാശിയിലേക്ക് നോക്കാം. ധനുരാശിയുടെ ഫലങ്ങളെന്ന് പറയുമ്പോൾ മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ ആദ്യ പാദവും ചേർന്നതാണ് ധനുരാശി. ധനുരാശിക്കാർക്ക് പൊതുവെ ഭാഗ്യമുള്ള സമയമാണ്. വിദേശയാത്ര ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള സമയമാണ്. അതുപോലെ വിദേശത്തു നിന്ന് തിരിച്ച് നാട്ടിലേക്ക് വരുന്നത് നിങ്ങളൊന്ന് ആലോചിച്ചിട്ട് വേണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജോലിയൊക്കെ രാജിവെച്ച് തിരിച്ച് വന്നു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ പെട്ടെന്ന് ജോലി കിട്ടുന്ന കാര്യം ബുദ്ധിമുട്ടായി തീരും. അതുകൊണ്ട് നിങ്ങൾ ഇന്നത്തെ ദിവസം എന്തെങ്കിലും അങ്ങനെ പെട്ടെന്ന് എടുത്തു ചാടി ഒരു തീരുമാനം എടുക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഇനി നമുക്ക് മകരം രാശിയുടെ ഫലത്തിലേക്ക് പോകാം. മകരം രാശി എന്ന് പറയുമ്പോൾ ഉത്രാടത്തിൻ്റെ മുക്കാൽ ഭാഗവും തിരുവോണവും അവിട്ടത്തിൻ്റെ പകുതിയും, ആദ്യ പകുതിയാണ് ചേർന്നതാണ് മകരം രാശി. മകരം രാശിക്കാർക്ക് പൊതുവേ നല്ല സമയമാണ്. അതുപോലെ സാഹസ പ്രവൃത്തികളൊന്നും ചെയ്യാനായിട്ടൊന്നും പോകരുത്. ഇപ്പോൾ അത്ര സാഹസ പ്രവൃത്തികളൊന്നും ചെയ്യാൻ പറ്റിയ ഒരു സമയമൊന്നുമല്ല. അങ്ങനെയുള്ള നിങ്ങളുടെ ധൈര്യമൊക്കെ നിങ്ങളുടെ ജോലിക്ക് വേണ്ടിയിട്ടും സാമ്പത്തിക അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ടും അതുപോലെ ഭൂമിയൊക്കെ സമ്പാദിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ലതായിരിക്കും. റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കൊക്കെ ഇപ്പോൾ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള സമയമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ഒരുപാട് നാളായിട്ട് സെയിൽസ് നടക്കാത്ത ഭൂമിയൊക്കെ ഇപ്പോൾ സെയിൽസ് നടക്കുന്ന ഒരു സമയം കൂടെയാണ്. അപ്പോൾ നിങ്ങൾ കുറച്ചൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് സെയിൽ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് നിങ്ങൾക്ക് സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാവുകയും അതുകൊണ്ട് നിങ്ങളുടെ ബിസിനസ്സിനെ പരിപോഷിപ്പിക്കാൻ പറ്റുകയും ചെയ്യും. അതുപോലെ നിയമപരമായിട്ടുള്ള രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്കും ഏറ്റവും അനുയോജ്യമായിട്ടുള്ള സമയമാണ്. സാമ്പത്തിക ലാഭങ്ങളൊക്കെ ഉണ്ടാകും. അതുപോലെ ഗവൺമെൻറ് സർക്കാർ ഉദ്യോഗസ്ഥരായിട്ടുള്ളവർക്കും നല്ല സമയമാണ്. ജോലിയിലൊക്കെ സ്ഥാനമാനങ്ങളും അതുപോലെ ഔദ്യോഗിക പദവികൾ, പുതിയ ഏറ്റവും മുകളിലുള്ള പദവികളൊക്കെ കിട്ടാനായിട്ട് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള സമയമാണ്
നല്ലതായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക. നല്ല ഭാഗ്യങ്ങൾ, ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്നവരാണെങ്കിലും നിങ്ങൾ നല്ലതായിട്ട് ഹാർഡ് വർക്ക് ചെയ്താൽ ഇപ്പം നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് ഉടനെ തന്നെ കിട്ടും. അങ്ങനെയുള്ള ഒരു സമയമാണ്. ശത്രുക്കൾ ഉണ്ടാവാതെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുമാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. പൊതുവെ മകരം രാശിക്കാർക്ക് അനുയോജ്യമായിട്ടുള്ള സമയമാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഇനി നമുക്ക് കുംഭൻ രാശിയിലേക്ക് പോകാം. കുംഭൻ രാശി എന്ന് പറയുമ്പം അവിട്ടത്തിൻ്റെ 2ാമത്തെ പകുതിയും ചതയവും പൂരൂരുട്ടാതി 3/4 ഭാഗവും ചേർന്നതാണ് കുംഭൻ രാശി. കുംഭൻ രാശിക്കാർക്ക് ഇപ്പോൾ പകലന്തിയോളം ജോലി ചെയ്താലും പൈസ ഒന്നും കൃത്യമായിട്ട് കിട്ടത്തില്ല. അങ്ങനത്തെ ഉള്ള സമയമാണ്. സർക്കാർ ഉദ്യോഗസ്ഥരെ പോലുള്ളവർക്ക് കുഴപ്പമില്ല. സാധാരണക്കാർക്ക് കൂടുതൽ ജോലി ഭാരവും അതുപോലെ തന്നെ പ്രതീക്ഷിക്കുന്ന പൈസ അതിനൊന്നും ചെയ്യുന്ന ജോലിക്ക് പ്രതീക്ഷിക്കുന്ന പ്രതിഫലം കിട്ടാതിരിക്കുന്ന ഒരു സാഹചര്യമാണ്. കാരണം ഒരുപാട് പേരുടെ ജോലി ചെയ്തു. ഇപ്പോൾ ഓഫീസിൽ ജോലി ചെയ്യുന്നവർക്കാണേലും ബാക്കിയുള്ളവരുടെ ജോലിയും കൂടെ നിങ്ങൾ തന്നെ ചെയ്യേണ്ടി വരും. പക്ഷേ അതനുസരിച്ചിട്ടുള്ള ശമ്പളം കിട്ടാനുള്ള ഒരു സാധ്യത കുറവാണ്. അതുപോലെ കയ്യിലുള്ള പൈസയൊക്കെ നഷ്ടപ്പെട്ട് ഒഴിഞ്ഞ കുടം, രാശിയുടെ സിമ്പൽ തന്നെ ഒഴിഞ്ഞ കുടമാണ്. അത് മാത്രമല്ല, നിങ്ങൾക്ക് 7.5 ശനിയൊക്കെ തീരാൻ പോകുന്ന ഒരു സമയമാണ്. അപ്പോൾ നിങ്ങളിപ്പോൾ ഇത്രയും നാൾ അനുഭവിച്ചിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഇപ്പോഴും നിങ്ങളെ പിന്തുടരുന്നുണ്ടാവും. ആരോഗ്യപരമായിട്ട് നല്ലതായിട്ട് ശ്രദ്ധിക്കണം. ധനപരമായിട്ടാണെങ്കിൽ കുറച്ച് പൈസ നഷ്ടം വന്നാലും പിന്നെയും നമുക്കത് തിരിച്ചെടുക്കാൻ, പുനഃസ്ഥാപിക്കാൻ പറ്റും. പക്ഷേ നിങ്ങൾ ആരോഗ്യമൊക്കെ ഒന്ന്, മനസ്സിൻ്റെ ആരോഗ്യമാണെങ്കിലും ശരീരത്തിൻ്റെ ആരോഗ്യമാണെങ്കിലും ഒക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ട സമയമാണ്. എപ്പോഴും പരമാവധി സന്തോഷമായിട്ടും സമാധാനമായിട്ടും ഇരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി അടുത്തത് നമുക്ക് മീനൻ രാശിയുടെ ഫലമാണ്. മീനൻ രാശി എന്ന് പറയുമ്പോൾ പൂരൂരുട്ടാതിയുടെ അവസാനത്തെ 1/4 ഭാഗവും ഉത്രട്ടാതിയും രേവതിയും ചേർന്നതാണ് മീനൻ രാശി. മീനൻ രാശിക്കാർക്ക് ഇപ്പോൾ പൊതുവെ നല്ല സമയമാണ്. ഏറ്റവും ഭാഗ്യങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയമാണ്. കണ്ണിന് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാതെ സൂക്ഷിക്കണം. നിങ്ങൾക്കിപ്പം 7.5 ശനി കാലമാണ്, എന്നാൽ പോലും നിങ്ങൾക്ക് എല്ലാ ഭാഗ്യങ്ങളും, വീടും വാഹനവും ഒക്കെ ലഭിക്കുന്ന സമയമാണ്. അതുപോലെ ബന്ധുക്കളുടെ സമാഗമവും, അതുപോലെ കുടുംബത്തിൽ നല്ല നല്ല കർമ്മങ്ങൾ, ശുഭകർമ്മങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീടിൻ്റെ പാല് കാച്ച്, അതല്ലെന്നുണ്ടെങ്കിൽ പുതിയ 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 കുട്ടികൾ നമ്മുടെ കുടുംബത്തിലുണ്ടാവുക, പേരക്കുട്ടികളുണ്ടാവുക, ഇങ്ങനെയൊക്കെയുള്ള സമയമാണ്. സന്താനഭാഗ്യമൊക്കെ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഇപ്പം ഏറ്റവും അനുയോജ്യമായിട്ടുള്ള സമയമാണ്. ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നവർക്കായാലും ഇപ്പോൾ അനുയോജ്യമായിട്ടുള്ള ഒരു സമയമാണ്. അത് നിങ്ങൾക്ക് സാമ്പത്തിക നഷ്ടം ഉണ്ടാവാതെയും കുടുംബാംഗങ്ങൾ തമ്മിൽ കലഹങ്ങളൊക്കെ ഉണ്ടാവാതെയൊക്കെ സൂക്ഷിക്കണം. ആരെങ്കിലുമായിട്ട് പിണക്കം ഉണ്ടെങ്കിൽ നിങ്ങൾ ഐക്യമത്യ സൂക്തവും ഭാഗ്യസൂക്തവും ഒക്കെ ചെയ്യണം. എല്ലാ ദിവസവും അമ്പലത്തിൽ പോയി ഭാഗ്യസൂക്തം ചെയ്യണം. കാരണം നിങ്ങൾക്ക് മറഞ്ഞു കിടക്കുന്ന ഭാഗ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് നിലവിൽ വരാനും അതൊക്കെ സമ്പാദിക്കാനും മുന്നോട്ട് പോകാനൊക്കെയുള്ള ഒരു എനർജിക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ നിങ്ങൾ കുറേയൊക്കെ സമ്പാദിക്കേണ്ടതുണ്ട്. കാരണം 7.5 ശനിയുടെ പരമോന്നതിയിൽ നിൽക്കുന്ന ഒരു സമയമാണ്. ജന്മശനിയാണ് നിങ്ങൾക്ക്. അപ്പോൾ നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചു പോയി കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങളും കേടുപാടുകളും ഒന്നും ഇല്ലാതെ കഴിഞ്ഞു കൂടാൻ പറ്റും. ആരോഗ്യം പ്രത്യേകം ശ്രദ്ധിക്കണം. പ്രത്യേകിച്ചും കാലിൻ്റെ ആരോഗ്യം ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. അല്ലാതെ പൊതുവേ നിങ്ങൾക്ക് നല്ല സമയമാണ്. ഓക്കെ, അപ്പോൾ നമുക്കിന്ന് എല്ലാ രാശിക്കാരുടെ ഫലങ്ങളും പറഞ്ഞു കഴിഞ്ഞു. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് നിങ്ങൾ മുൻകൂട്ടി അറിഞ്ഞിട്ട് നിങ്ങൾക്ക് അതിന് വേണ്ട പരിഹാരങ്ങൾ ചെയ്യാനും അതുപോലെ ഒന്ന് ശ്രദ്ധിച്ച് ജീവിക്കാനും വേണ്ടിയാണ്. നിങ്ങളിത് എല്ലാ കാര്യങ്ങളും പോസിറ്റീവായിട്ട് എടുക്കുക, സന്തോഷമായിട്ടിരിക്കുക. എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.